അമേരിക്ക ഒരുപാട് തള്ളിമറിച്ച ഒരു വിമാനമായിരുന്നു F-35. ലോക്ഹീഡ് മാർട്ടിനും ഒക്കെ അതിൻ്റെ ഒരുപാട് പിന്നെ എന്താ പറയുക നിർമ്മിച്ച് ഒരുപാട് രാജ്യങ്ങൾക്ക് വിറ്റഴിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു സമ്മർദ്ദമൊക്കെ പല രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ F-35 ഇന്ത്യയിൽ വന്നു. അത് കേരളത്തിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കിടന്നു. അതിൻ്റെ അടുത്ത് പോലും പോകാൻ ആർക്കും അനുവാദമില്ലായിരുന്നു. കാരണം അതിൻ്റെ തന്ത്രപ്രധാനമായ കാര്യങ്ങൾ ഇന്ത്യ പഠിച്ചെടുക്കുമോ എന്നുള്ള ഒരു ആശങ്കയൊക്കെ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ മിൽമ അടക്കം പലതും ട്രോളുകളാക്കി, അല്ലെങ്കിൽ കേരളത്തിൽ വന്നാൽ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് പോകാൻ പിന്നെ 5th ജനറേഷനിലെ യുദ്ധവിമാനങ്ങൾക്ക് പോലും കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളതിനെ വലിയ ട്രോളൊക്കെ ആക്കി നമ്മളത് ബിസിനസ്സാക്കി മാറ്റി. പക്ഷേ ഇത് തിരിച്ച് പോകുന്ന വഴിക്ക് അമേരിക്കയിൽ എത്താതെ വീണ്ടും മറ്റേതോ ഒരു സ്ഥലത്ത് കിടന്നു. പിന്നെയാണ് വീണ്ടും അമേരിക്കയിലേക്ക് എത്തിയെന്നൊക്കെയുള്ള വാർത്തകൾ. ഇപ്പോൾ വലിയ നഷ്ടമാണ് അമേരിക്കയ്ക്ക് ഇതുമൂലം ഉണ്ടാകുന്നത് എന്ന്. വാങ്ങാൻ ആളില്ല, ആർക്കും വേണ്ട എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ വന്ന് ഇത് കിടന്നതിന് ശേഷം തിരിച്ച് വലിയ ബുദ്ധിമുട്ടോടെ തിരിച്ചു കൊണ്ടുപോയ അമേരിക്കൻ F-35 വാങ്ങാൻ ആളില്ലാതെ തുരുമ്പെടുക്കുന്നു എന്നാണ് കേൾക്കുന്നത്. അമേരിക്കയുടെ ഈ F-35 ശേഷം J-16 എന്ന് പറഞ്ഞൊരു വിമാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വിമാനങ്ങളൊക്കെ പ്രശ്നത്തിലാണ്. F-35 എന്ന് പറഞ്ഞാൽ 5ാം തലമുറ വിമാനം. അതിൻ്റെ കൂടെ മത്സരിക്കാൻ നിൽക്കുന്ന വിമാനമാണ് Su-57 റഷ്യയുടെ. അപ്പോൾ ഇതിനകത്ത് ഈ വിമാനം ഇവിടെ വന്നു. അന്ന് അവരുടെ കപ്പലിൽ നിന്ന്, എനിക്കൊന്ന് ബ്രിട്ടീഷ് കപ്പലിൽ നിന്നാണെന്ന് തോന്നുന്നു, പറന്നുയർന്നതിന് ശേഷം ഇന്ധനത്തിൻ്റെ കുഴപ്പം കൊണ്ട് ഇന്ധനം നിറയ്ക്കുന്നതിന് വേണ്ടി പ്രത്യേക സാങ്ഷൻ മേടിച്ച് അന്ന് ഇവിടെ കയറി എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അതിനകത്ത് വേറൊരു വാർത്ത വരുന്നുണ്ടായിരുന്നു. നമ്മുടെ സിന്ധുവിന് ശേഷം നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ മറികടക്കാൻ F-35 സാധിക്കുമോ എന്നുള്ള ഒരു പരീക്ഷണമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ഒരു വാർത്ത വന്നു. നമ്മൾ അവിടെ വെച്ച് ഇവിടെ നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ മറികടക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ വിമാനം നോട്ട് ചെയ്തു. ആ വിമാനം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സംവിധാനങ്ങളെ ജാം ചെയ്തെന്നാണ് പറയുന്നത്. എന്തുവായാലും ഇത് ഇവിടുന്ന് പൊങ്ങുന്നില്ല, എന്തോ പറഞ്ഞാലും ഞാൻ അനങ്ങത്തില്ലെന്നുള്ള രീതിയായി. അവന്മാർ പലവട്ടം വന്നു. ഇപ്പോൾ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ ആദ്യം റോയൽ എയർഫോഴ്സ് ഉണ്ടല്ലോ, അവിടെ ആൾക്കാർ വന്നു. അവിടെ വന്ന് ഇറങ്ങി പലവട്ടം 1 മാസം ഇവിടെ കിടന്ന് ഹോൾഡാക്കിയിട്ട് പിന്നെ ഇത് പറത്തി കൊണ്ടുപോയി. അതിനുശേഷം ഇത് ജപ്പാനിൽ ഹോൾഡായി. അപ്പം ഈ വിമാനത്തിനകത്ത് നമ്മൾ വേറൊരു കാര്യം കൂടെ ചെയ്തു. നമ്മളുടെ കാര്യം ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നുണ്ട്. F-35 വിമാനം മേടിക്കണമെന്ന് പലവട്ടം നമ്മളോട് ആവശ്യപ്പെട്ട് ട്രംപ് വന്നു. പല രീതിയിൽ ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ അവരുടെ ഈ വിമാനം അത് നമ്മൾ നോക്കട്ടെ, ആലോചിക്കട്ടെ, നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊന്നും പറഞ്ഞില്ലേ. ഈ ഇടയ്ക്ക് നമ്മൾ ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞു നമ്മൾ F-35 വിമാനത്തിന് പകരം റഷ്യയുടെ Su-57 വിമാനം വാങ്ങിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ F-35 മേടിക്കുന്നില്ല, Su-57 എന്ന് പറയുന്ന വിമാനം റഷ്യയുടെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇൻഡയറക്റ്റായിട്ട് പറയത്തില്ല. ഇപ്പോൾ തന്നെക്ക് സൗന്ദര്യം ഇല്ലെന്ന് പറയുന്നതിനേക്കാളും ഇല്ല എന്നും പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലേ അടുത്തിരിക്കുന്ന കൊച്ചിന് നല്ല സൗന്ദര്യമാണെന്ന് പറഞ്ഞാൽ പോരെ. അല്ല ഞാൻ പറയാം, അല്ല വേണേൽ തിരിച്ചു പറയാം, അടുത്തിരിക്കുന്ന കുട്ടിക്ക് സൗന്ദര്യം ഇല്ല, അല്ല തന്നെക്കാ സൗന്ദര്യം. ഇതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. അപ്പോൾ ഇന്ത്യ ഇൻഡയറക്റ്റ് ആയിട്ട് ഇന്റർനാഷണൽ പണി കൊടുത്തു. ഈ പണിയൊക്കെ കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ദുബായിൽ എയർ ഷോയിൽ ഒരുപക്ഷെ കുഴപ്പം കൊണ്ട് സംഭവിച്ച ആ പൈലറ്റിന് എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥത കൊണ്ട് സംഭവിച്ചതായിരിക്കും. പക്ഷേ അതിനകത്തൊരു അട്ടിമറി പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഈ സിന്ധൂറിന് ശേഷം ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന അല്ല ആവശ്യക്കാരുള്ളതായിട്ടുള്ള ഇന്ത്യയുടെ തനതായ നിർമ്മിതിയിലുള്ള വിമാനമാണ് മനസ്സിലായി. ഈ പറഞ്ഞ ഇത്രയും വലിയ കൊമ്പന്മാരും അല്ലെങ്കിൽ കൊമ്പനാനകളും ഒക്കെ അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ ഈ വിമാനത്തിന് ശ്രേണിയുള്ള വിമാനം 10,000 1000 വട്ടം തകരുമ്പോൾ ഈ വിമാനം ആകെപ്പാടെ 2 വട്ടോ കഴിഞ്ഞ ദിവസം കൂടി 3 വട്ടമേ തകർന്നിട്ടുള്ളൂ. എന്നിട്ട് ആ വിമാനം തകർന്നു, ഇന്ത്യയുടെ വിമാനം തകർന്നു, വലിയ പ്രശ്നത്തിലാണ് എന്നുള്ള രീതിയിലൊക്കെ വലിയ ചർച്ചയല്ലേ നടക്കുന്നത്. അപ്പോൾ ആ ചർച്ചയൊന്നും പോയില്ല. അതിന് വിമാനത്തിന് ഇപ്പം കഴിഞ്ഞ ദിവസം ഇതിന് ശേഷം ചർച്ചയ്ക്ക് ശേഷം പ്രശ്നത്തിന് ശേഷവും അല്ലെങ്കിൽ ഈ വാർത്തയ്ക്ക് ശേഷമൊക്കെ പരിശോധിക്കുമ്പോൾ അതിനെ വീണ്ടും ആവശ്യക്കാർ കൂടിക്കൊണ്ടിരിക്കും. കാരണം ഈ ചർച്ച മനഃപൂർവ്വമാണ്, ഇതാരും മേടിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് 2 വേണം എന്നുള്ള രീതിയിലേക്ക് വരും. അപ്പോൾ F-35 കാര്യത്തിൽ നമ്മളൊരു തീരുമാനം കൃത്യമായിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ ഇവിടെ വന്ന് ഇത് കൃത്യമായിട്ട് അതിനകത്തൊരു ചതി ഉണ്ടായിരുന്നു. കാരണം ഇവർക്ക് എല്ലാത്തിനകത്തും ഒരു പരീക്ഷണം ഉണ്ടല്ലോ. ഇവിടെ വന്ന് എത്തി നോക്കി അവനെ ഇനി പിടിച്ചു, വാടാ ഇവിടോട്ട് കിടക്കുക, അവിടെ കിടന്നു അനങ്ങാൻ പറ്റുന്നില്ല. കാരണം എവിടെ കൊണ്ടായി സ്തംഭിപ്പിച്ചെന്ന് തരത്തില്ല. PL-50 എന്ന് പറഞ്ഞ ലോകത്തിലെ ബ്രഹ്മോസിനെ വെല്ലുന്ന ഏറ്റവും വലിയ മിസൈലാന്ന് പറഞ്ഞാൽ ചൈന ഇറക്കിയ മിസൈൽ ഇങ്ങോട്ട് വിട്ടു. നമ്മൾ അവനെ ജീവനോടെ പിടിച്ച് ഇവിടെ കൊണ്ടുവച്ചിട്ട് പോസ്റ്റ്മോർട്ടം നടത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ലോകത്തുള്ള രാജ്യമെല്ലാം നിൽക്കുകയാണ്. ആ സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞേ അവൻ്റെ ഈ യുദ്ധത്തിൽ തകർക്കുമല്ലായിരുന്നു. ഇതെല്ലാം ജാം ചെയ്ത് പിടിക്കുമായിരുന്നു. തുർക്കിയുടെ
പിന്നെ 350 ഫ്രാൻസ് വരെ വർത്തിച്ചിട്ടുണ്ട്. തുർക്കിയുടെ ഡ്രോൺ എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും അങ്ങനെ കച്ചവടം ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ കച്ചവടത്തിൽ ഡ്രോൺ കഴിഞ്ഞോളൂ. ഇവനെല്ലാം നമ്മൾ പിടിച്ചു ഇവിടെ കൊണ്ടുവച്ചു. ഇപ്പോൾ തുർക്കിയുടെ ഡ്രോൺ ആർക്കും വേണം. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇതിനകത്ത് ആ ഒരു വലിയ നമ്മൾ ഈ ജിയോ പൊളിറ്റിക്സിൽ വലിയ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ വലിയ നീക്കങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ആ നീക്കം പണ്ട് എല്ലാ രാജ്യത്തിനും എതിരെ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് വളരെ കൃത്യമായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. നമുക്ക് ഡീപ് സ്റ്റേറ്റ് ഉണ്ട്, അറിയത്തില്ല. നമുക്ക് ഈ ജിയോ പൊളിറ്റിക്സ് ഉണ്ട്, അറിയത്തില്ല. പക്ഷെ നമ്മൾ വിചാരിക്കുന്നിടത്തൂടെ കാര്യങ്ങൾ ഇപ്പോൾ പോകുന്ന ഒരു രീതിയാണ്. പരിശോധിക്കുന്നവർക്ക് മനസ്സിലായി. ഇത് കേൾക്കുമ്പോൾ ചൊറിച്ചിലുള്ളവർ കാണും, നമുക്ക് ബുദ്ധിമുട്ടാണ്. അതിന് വേറെ മരുന്ന് മേടിച്ച് കഴിക്കുക. ചിലർക്ക് ആ മരുന്ന് മേടിച്ച് കഴിക്കാനും മാറാത്ത ഉള്ള ചൊറിച്ചിലുണ്ടാകുന്നത്. അപ്പോൾ അതിന് മാർഗമില്ല. എന്ത് വന്നാൽ ഈ F-35 എന്ന് പറയുന്ന വിമാനം ഒരു വിൽക്കാ ചരക്കായിട്ട് അമേരിക്ക കെട്ടിക്കിടക്കുക എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടൊരു കാര്യമാണ്. കാരണങ്ങൾ പലതുണ്ടാകും, പക്ഷേ ഏറ്റവും വളരെ യുക്തിഭദ്രമായിട്ടുള്ളൊരു കാരണം ഈ പറഞ്ഞത് തന്നെയാണ്. ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സ് ഈ സീരീസിൽപ്പെട്ട കുറേ വിമാനങ്ങൾ വാങ്ങിച്ചു. F-35 സീരീസ് ശ്രേണിയിൽ. അത് അവരുടെ ഏറ്റവും അഡ്വാൻസ്ഡാണ്. അമേരിക്കയുടെ US-ൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ശ്രേണിയിൽപ്പെട്ട വിമാനമാണ്. നെക്സ്റ്റ് ജനറേഷൻ എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ കട്ടിംഗ് എഡ്ജ് ടെക്നോളജി എന്നൊക്കെ പറയാവുന്നത്. ഇതും കൊണ്ട് ഇവർ പറത്തിക്കൊണ്ടുവന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കുറേ അഭ്യാസങ്ങളൊക്കെ നടത്തി, കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ സാധാരണഗതിയിൽ ഇതിൻ്റെയൊക്കെ പെട്രോൾ തീരുന്ന നോക്കാം, നമുക്ക് മുൻകൂട്ടി ഗ്യാസോലിൻ തീരുന്ന നോക്കാം, വളരെ മുൻകൈ കൂട്ടി അറിയാൻ നമുക്ക് പ്രിക്കോഷൻ എടുക്കാം. ഇതൊന്നും വലിയ പ്രയാസമുള്ള കാര്യമല്ല. ഇത് എന്തോ ഒരു അത്യാഹിതം അവിടെ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പെട്ടെന്ന് ഇത് ഒരു വലിയൊരു ക്രൈസിസായി. ഇതിന് ഗ്യാസോലിൻ ഇല്ല. അങ്ങ് ലണ്ടനിൽ വരെ പോയി അടിക്കാനുള്ള ദൂരം പറക്കാൻ കഴിയത്തില്ല. ആ ഒരു അറിവ് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു യുദ്ധവിമാനത്തിന് വരാൻ പാടില്ല. മുൻകൂട്ടി തന്നെ അതിൻ്റെ സിഗ്നലുകൾ വരും. ഇപ്പോൾ നമ്മുടെ ബെൻസ് കാർ ആണെങ്കിൽ പോലും അറിയാൻ പറ്റുമല്ലോ. ഇപ്പോൾ വളരെ മുമ്പേ സാധാരണ കാറിന് പോലും വളരെ മുൻകൂട്ടി ഇൻ അഡ്വാൻസ് ആയിട്ട് മുമ്പിലൊരു വണ്ടി ഉണ്ടെങ്കിൽ അവൻ തിരിച്ചറിഞ്ഞ് അവിടെ നിർത്തും. ബെൻസ് വണ്ടി, 1 കോടിയുടെ ബെൻസ് വണ്ടി. ഇങ്ങനെയൊക്കെ കട്ടിംഗ് എഡ്ജ് ടെക്നോളജി ഇപ്പോൾ വിമാനത്തിൽ മാത്രമല്ല കാറുകളിലും ഉണ്ട്. അപ്പോൾ അതുപോലും ഇല്ലാത്തൊരു വിമാനമാണ് ഇവർ കൊണ്ടുവന്ന് പെട്രോൾ തീരായിരുന്നു വെപ്രാളം പിടിച്ച് എല്ലാം കൂടെ തിരുവനന്തപുരത്ത് വരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ആകപ്പാടെ ബഹളം. ഈ സാധനം പെട്രോളൊക്കെ അടിച്ചു കൊടുത്തു. പറത്താൻ നോക്കിയപ്പോൾ ഈ സാധനം പൊങ്ങുന്നില്ല. അവിടെ കടന്നു, അവിടെ ഇട്ടു. ആവുന്ന പണി 56. ബ്രിട്ടീഷ് ഈ പൈലറ്റുമാരും ടെക്നീഷ്യൻസ് ടെക്നോക്രാറ്റുകളൊന്നും മോശമല്ല. അവരാവുന്ന പണി 56 നോക്കി. പിന്നെ ബ്രിട്ടനിൽ നിന്ന് കുറേ പേരെ വിളിച്ചുകൊണ്ട് വന്ന് അവർ നോക്കുന്നു, അഴിക്കുന്നു, പറക്കുന്നു. ജന്മത്തിൽ അനങ്ങത്തില്ല. പുതിയ വിമാനം, പുതിയ കാറിങ്ങനെ ലോക്കായി വഴി കിടന്നാൽ എന്ത് ചെയ്യും എന്ന് പറയുന്നൊരു സംഭവം അവിടെ നടന്നു. ലോകം മുഴുവൻ അറിഞ്ഞു. ഇന്ത്യയുടെ ഒരു പിന്നെ സ്ഥലത്തായിട്ട് നമ്മൾ വാടക വാങ്ങിച്ചു. അതിനുള്ള തറവാടക തരണമെന്ന് പറഞ്ഞാൽ ആ പൈസയും വാങ്ങിച്ചു, എല്ലാം മുതലാക്കി. ഇതിൻ്റെ ഫോട്ടോ രഹസ്യമായിട്ട് എടുക്കും പറഞ്ഞു പോലെ അതിൻ്റെ ടെക്നോളജി മുഴുവൻ മനസ്സിലായി. സംഭവം എന്താണ് നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് ഈ അഡ്വാൻസ്ഡ് വിമാനത്തിൻ്റെ അമേരിക്ക വിൽക്കുന്ന എല്ലാ വിമാനങ്ങളുടെയും സോഫ്റ്റ്വെയർ കൺട്രോൾ എന്ന് പറയുന്ന അമേരിക്കയുടെ കയ്യിലാണ്. ഇപ്പോൾ നമ്മളൊരെണ്ണം തന്നിട്ട് പാകിസ്ഥാനെതിരെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അവരിൽ നിന്നും കൺട്രോൾ ചെയ്യും. വിമാനം തിരിച്ച് ഇങ്ങോട്ട് പോകും, അല്ലെങ്കിൽ നിലംകുത്തി താഴെ. കില്ലർ സ്വിച്ച്. കില്ലർ സ്വിച്ച്, അതാണ് എക്സാക്ട്ലി കില്ലർ സ്വിച്ച്. കില്ലർ എന്നുള്ള പേര് അന്വർത്ഥമാണ്. ഇത് ഫാൻറ്റം എന്നുള്ളതാണ്. F എന്ന് പറഞ്ഞാൽ ഫാൻറ്റം എന്നുള്ളതിൻ്റെയാണ്. ഫാൻറ്റം അതിമാനുഷ്യനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ മറ്റു വിമാനങ്ങളിലൊക്കെ സൂപ്പറായിട്ടുള്ളതെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഫാൻറ്റം നമ്മൾ കണ്ടതാണ്. ഓപ്പറേഷൻ സിന്ദൂറി ഫാൻറ്റവും കൊണ്ട് വന്നു. നമ്മൾ റാഫാലും കൊണ്ട് നേരിട്ടു. റാഫാലുകളെല്ലാം രക്ഷിച്ചു. ഫാൻറ്റം വിമാനം അവിടെ കിടന്നു. അപ്പോൾ അതൊരു നെഗറ്റീവ് അഡ്വേഴ്സിറ്റി ആയി, നെഗറ്റീവ് പബ്ലിസിറ്റി ആയി. അങ്ങനെ വന്ന് ഇതിൻ്റെ ആർക്കും വേണ്ട ഈ അയ്യോ ഇതും കൊണ്ട് മനുഷ്യനെ കൊല്ലുന്ന സാധനം എന്തിനാ, ഒരു പ്രയോജനമില്ല. ഈ പറഞ്ഞ പണ്ടാരം പിടിക്കാൻ കടിക്കുന്ന പട്ടിയെ കാശ് കൊടുത്ത് വാങ്ങിച്ചു എന്ന് പറയുന്ന പോലെ ആയിത്തരും. വില ചില്ലറ വല്ലതും ആണോ? അമേരിക്കൻ ഡോളറിലാണ് കൊടുക്കേണ്ടത്, കോടിക്കണക്കിന്. അതേസമയം ഈ പറയുന്ന SU-57 എന്ന് പറയുന്ന റഷ്യയുടേത് ടെക്നോളജി നമുക്ക് തരാമെന്ന് തോന്നുന്നു. ടെക്നോളജി ട്രാൻസ്ഫർ കൂടെ ഉണ്ട് അതിൽ. അമേരിക്ക ഒരിക്കലും അത് ചെയ്യത്തില്ല. എന്ന് മാത്രമല്ല അവരുടെ ആൾക്കാർ വന്നാൽ ഇന്ത്യയിൽ തന്നെ ഇത് അസംബിൾ ചെയ്യാനുള്ള സഹായം നമുക്ക് ചെയ്തു തരും. അവിടെയാണ് ഡീല്. അതാണ് വ്യത്യാസം. നല്ല ഒന്നാം തരം സാധനവും നമ്മൾ കണ്ടതല്ലേ. പാകിസ്ഥാനുമല്ല യുദ്ധത്തിൽ കമാൻഡ് സിസ്റ്റം എങ്ങനെ നല്ല പയർ പോലല്ലേ 300 ഡ്രോൺ ഇങ്ങോട്ട് വാടാ മക്കളെ എന്ന് പറഞ്ഞ് ഓരോന്നിനായിട്ട് തട്ടി തറയിലിട്ടുകൊണ്ടല്ലേ ഇരുന്നത്. രോമാഞ്ചജനകമായ യുദ്ധക്കാഴ്ചയല്ലേ കണ്ടത് അല്ലേ? നമ്മൾ ടി വിക്കകത്തിരുന്നുകൊണ്ട് കാണാമല്ലോ, യുദ്ധരംഗത്ത് പോകണ്ടല്ലോ. അപ്പോൾ അത്ര ഗംഭീരമാണ് ആയിരുന്നു റഷ്യൻ എയർ കമാൻഡ് സിസ്റ്റം കൊണ്ട് ഇന്ത്യയുടെ പെർഫോമൻസ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതാ പെർഫോമൻസ് ഇല്ലാത്ത വിമാനം ആരെങ്കിലും കാശ് കൊടുത്ത് വാങ്ങിക്കുമോ? അപ്പോൾ അതാണ് അവരുടെ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈയിടെ പീയൂഷ് ഗോയൽ അവിടെ അമേരിക്കയിൽ പോയി വ്യാപാര ചർച്ചകൾ നടത്താൻ വേണ്ടി പോയ കൂട്ടത്തിൽ അവർ വന്ന് എൻ്റെ ഉള്ള ഒന്നാം തരം പെട്ടപ്പെട്ടയ്ക്കുന്ന മീനെന്നൊക്കെ പറയുന്ന പോലെ ട്രംപ് വിളിച്ച് ഈ അസീം മുനീറിനെ സൽക്കരിച്ചൊക്കെ കയ്യിലാക്കുന്ന പോലെ ഇയാളുടെ അടുത്ത് പറ്റത്തില്ല. പീയൂഷ് ഗോയൽ പറഞ്ഞു വരട്ടെ, നമുക്ക് നോക്കാം, ചർച്ചകൾ നമ്മുടെ വ്യാപാര കരാറൊക്കെ ഒന്ന് ഒപ്പുവെച്ചിട്ടാകാം.
അപ്പം അതങ്ങനെ പോരാ, വലിയ നിവൃത്തികേടാ, പൈസയൊക്കെ ഒരുപാട് ചിലവായിരിക്കുന്ന ആളാ, സാമ്പത്തിക പ്രതിസന്ധി അറിയാമല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഞങ്ങളെ ഇപ്പം നിങ്ങളുടെ ജുവനൈൽ മിസൈൽ, അതാണ് നമ്മൾ നീരജ് ചോപ്രയുടെ കാര്യം, ജുവനൈൽ മിസൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ള ഏറ്റവും പുതിയ ടെക്നോളജിയേക്കാളും ഉയർന്ന ടെക്നോളജിയുള്ള ജുവനൈൽ മിസൈൽ, അത് കുറച്ച് ഞങ്ങൾ ഓർഡർ ചെയ്യാം. അങ്ങനെയാണ് 26,000 കോടി രൂപയുടെ ഒരു കരാറിൽ ഒപ്പിട്ടുകൊണ്ട് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്തവൻ PH ഗോയൽ എന്ന് പറയുന്ന മിടുക്കൻ്റെ കാര്യം, അല്ലാതെ ഉടനെ ചൂടായി പോയി റിയാക്ട് ചെയ്യല്ല, റെസ്പോണ്ട് വളരെ കൂളായിട്ട് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം അതുമായിട്ടൊരു കരാർ ഒപ്പിട്ടു. ഈ കരാർ ഒപ്പിട്ടതിൻ്റെ ഗുണമെന്താ വരാൻ പോകുന്നത്? ഇനിയിപ്പോൾ വ്യാപാര കരാർ ഏതാണ്ട് 99% എല്ലാ തർക്കങ്ങളും ഫിനിഷ് ചെയ്തിരിക്കുക. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ സോയാബീൻ ജനറ്റിക്കലി മോഡിഫൈ GM വിത്തുകൾ ഇന്ത്യയിലേക്ക് കൊടുക്കുക. ഇതോടുകൂടി ഇന്ത്യൻ കാർഷിക മേഖല തകരും. അതില്ല, പുതിയ പാക്കേജ് അതില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ പുതിയൊരു ഡെവലപ്മെൻറ്റ് വന്നതുകൊണ്ടോ, കാപ്പിക്കും ചായക്കുള്ള ചുങ്കം പിൻവലിച്ചു. കാരണം അമേരിക്കക്കാർക്ക് കാപ്പിയും ചായയും ഇല്ല പറ്റുകയില്ല. അപ്പോൾ വലിയ സമ്മർദ്ദമായി. ഇപ്പോൾ അവിടെ കിട്ടുന്ന ഇരട്ടി 3 ഇരട്ടി വിലയ്ക്ക് ആ ചുങ്കം പിൻവലിച്ചു. അതോടുകൂടി സമാധാനമായിട്ട് അവർക്ക് ഇനി കാപ്പിയും ചായയും കുടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പതുക്കെ അതിനകത്തിലെ ഈ നമുക്ക് ഒബ്സ്റ്റക്കിൾസ് ആയിട്ടുള്ള ഓരോന്നോരോന്നായിട്ട് പോവുകയാണ്. കരാറിൻ്റെ 99% ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി ഏതാണ്ടും ഈ വർഷം അവസാനം തന്നെ കരാർ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒപ്പിടുക. അതോടുകൂടി ഈ ചുങ്കം 50% എന്നുള്ളതെല്ലാം പോവുകയാണ്. അതോടുകൂടി ഇപ്പോൾ റഷ്യയുടെ എന്നുള്ള പെട്രോളിൻ്റെ വരവ് കുറച്ച് നിലച്ചിട്ടുണ്ട്. ഇതെല്ലാം പൂർവാധികം ശക്തിയായിട്ട് നമ്മൾ അതോടുകൂടി പുനഃസ്ഥാപിക്കുക. എനിക്ക് തോന്നുന്ന മിക്കവാറും ഈ വർഷം തന്നെ റഷ്യ ഉക്രൈൻ വാർ, യുക്രൈൻ നിവൃത്തിയില്ല, ഒന്നുമില്ല, റഷ്യയുടെ മുമ്പ് കീഴടങ്ങിയേ പറ്റൂ. ഈ വർഷം തന്നെ ആ യുദ്ധം അവസാനിക്കും. അതോടുകൂടി നമ്മൾ എല്ലാ രാജ്യങ്ങളും, ചൈന, അതുപോലെ റഷ്യ, അമേരിക്ക, എല്ലാ രാജ്യങ്ങളുമായിട്ട് വലിയ അടുപ്പമില്ല, എന്നാൽ നല്ല സൗഹൃദം. അതാണ് ഇന്ത്യക്ക് പറ്റിയത്. കാരണം അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് പടങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യ പ്രതിസന്ധിയിലായി പോകും. അതുകൊണ്ട് എല്ലാവരുമായിട്ടും ചേർന്ന് പോകുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയിലേക്ക് ഇന്ത്യ നീങ്ങും എന്നാണ് ഊഹിക്കപ്പെടുന്നത്.